എന്തേലും ഒരു വെറൈറ്റി റെസിപ്പി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ബ്രൗണി. ഇതാണെങ്കിൽ വെറൈറ്റിയാണ്, ഈസിയാണ്, ഹെൽത്തിയാണ്. നമ്മുടെ ഈ ബ്രൗണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ കറി വെക്കുന്ന കറുത്ത കടല. അത് ഉപ്പിട്ട് വേവിച്ചത് ഒരു 1.25 കപ്പ് എടുത്തു. പിന്നെ 1/2 കപ്പ് കുരുമാറ്റി ഈന്തപ്പഴം, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത്രയും ചേർന്നൊരു ബ്ലെൻഡർ ജാറിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു ലേശം വെള്ളവും കൂടെ ഒഴിച്ചായിരുന്നു കേട്ടോ, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട്. കടല വേവിക്കാൻ നേരത്ത് ഉപ്പിടാത്തവർ ഈ ബ്ലെൻഡ് ചെയ്യാൻ നേരത്തെ ഒരു ലേശം ഉപ്പും കൂടി ഇടണേ. അത് കഴിഞ്ഞ് ഈ ബ്ലെൻഡായ മിക്സ്ചർ ഒരു കണ്ടെയ്നറിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ ഒഴിക്കാം. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് നട്ട്സൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഒരു മിനിമം 3 hours ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ സെറ്റ് ആവാൻ. ഞാൻ ഓവർനൈറ്റ് വെച്ചേ. അപ്പോൾ ഫ്രിഡ്ജിലിരുന്ന് സെറ്റായ ബ്രൗണി നമുക്ക് പിന്നെ എടുത്ത് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. എനിക്കിതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായി, പക്ഷേ കൺസിസ്റ്റൻസി കുറച്ച് ലൂസായിട്ടിരിക്കണ പോലെ തോന്നി. ഞാനതിലൊരു ലേശം വെള്ളം ഒഴിച്ചത് കൊണ്ടാണോ എന്നൊരു ഡൗട്ട്. ഞാൻ നോക്കിയ റെസിപ്പിയിൽ അവർ വെള്ളം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ഓവനിൽ വെച്ചതൊരു 180 ഡിഗ്രിയിൽ 20 minutes ബേക്ക് ചെയ്യുകയും കൂടെ ചെയ്തേ. അപ്പോൾ എനിക്കത് ഈ കൺസിസ്റ്റൻസിയിൽ കിട്ടി. അപ്പോൾ അടിപൊളിയായി. അപ്പോൾ എന്നെ പോലെ വെറൈറ്റി റെസിപ്പീസ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസിയാണ്, ഹെൽത്തിയാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് പിള്ളേർക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാമെന്നേ.